ഹായ് ഓൾ, എല്ലാവർക്കും ട്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ 10th പ്രിലിംസിലെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നടന്ന പരീക്ഷയും നടക്കാത്ത പരീക്ഷയും ചേർത്ത് ഏകദേശം ഒരു 12ഓളം ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കാണുമ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അത് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ബാച്ചിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ 10th പ്രിലിംസിലെ എല്ലാ ക്വസ്റ്റ്യനെ പറ്റിയും നമ്മൾ പറഞ്ഞതാണ്, ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. റിവിഷൻസിലും നമ്മൾ, അതേപോലെ മാരത്തോൺ എല്ലാം ഉൾപ്പെടെ നമ്മൾ ഇതിലെ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് വന്ന സ്ഥലം ഏതാണ് എന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അതിലൂടെ ഇനിയുള്ള പരീക്ഷകളിൽ, ഇനിയുള്ള എക്സാം സ്റ്റേജസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ആൾറെഡി രണ്ടാമത്തെ സ്റ്റേജ് എന്തായാലും ക്യാൻസൽ ആയല്ലോ, അപ്പോൾ ഇനിയുള്ള സ്റ്റേജസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ചില മേഖലകളിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ അത് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ അധികം നീട്ടാതെ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. സോ ഞാൻ ഇതിന്റെ സോഴ്സും എവിടെ നിന്നാണ് വന്നതെന്നും ഏത് ചാപ്റ്റർ ആണെന്നും ആ ചാപ്റ്ററിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ നോക്കിക്കോടാ. ഫസ്റ്റ്, പവറിന്റെ SI യൂണിറ്റ് ആണ് വാട്ട്, അല്ലെ? പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി ഡാഷ് ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കുതിരശക്തി, ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടാണെന്നാണ്? ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടാണ്? 746 വാട്ടാണ്, അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ, സെറ്റാക്കിയ ചോദ്യമല്ലേ ഇത്. ഒരു ഹോഴ്സ് പവർ 746 വാട്ടാണ്. നോക്കിക്കോ, ഇത് SCRT നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങോട്ട് പോകെ മനസ്സിലാകും. കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഊർജവും പ്രവൃത്തിയും, അതായത് വർക്ക് എനർജി പവർ നമ്മൾ ടോപ്പിക്ക് പഠിച്ചില്ലേ, അതിൻ്റെ അകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് റെഫർ ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? അത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. 9ാം ക്ലാസ്സിൽ പ്രവൃത്തിയും ഊർജവും എന്ന് പറഞ്ഞിട്ട് നോക്ക്, പ്രവൃത്തിയും ഓർത്തു വെച്ചോ, പ്രവൃത്തിയും ഊർജവും എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്റർ ഉണ്ട്. 9ാം ക്ലാസ്സിലാണ്, 6ാമത്തെ ചാപ്റ്റർ ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അതിൻ്റെ അകത്തെ 6ാമത്തെ ചാപ്റ്റർ ഓർത്തിരിക്കണേ, അതിൻ്റെ അകത്തെ 6ാമത്തെ ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വായിച്ചിട്ട് പോകണം അടുത്ത എക്സാംസിന്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 12ഓളം എന്ന് പറഞ്ഞില്ലേ, അതിൽ തന്നെ കുറേ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമുക്കറിയാം ഇവിടുത്തെ ചോദ്യം എന്താണ്? പവറുമായി ബന്ധപ്പെട്ടതാണ്. അത് ആ ചാപ്റ്ററിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലും സൂചിപ്പിക്കാറുണ്ട്. ഒരു ഹോഴ്സ് പവർ 746 വാട്ടാണ്. നമുക്കറിയാം അല്ലെ, എന്താണ് പവർ? പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. ഓർത്തുവെച്ചോ, പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. പവർ എങ്ങനെ കണ്ടുപിടിക്കാം? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവറിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക്, വർക്കിൻ്റെത് ജൂളാണ്, സമയത്തിന്റെ സെക്കൻഡ് ആണ്. അപ്പം ജൂൾ പെർ സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ വാട്ട് എന്നോ എന്ത് ചെയ്യുക, പറയുക. ഒരു ഹോഴ്സ് പവർ ഇപ്പം ചോദിച്ചു 746 വാട്ടാണ്. ഇനി ഇത് ചോദിച്ചുകൂടാന്നൊന്നുമില്ല, ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടാണെന്ന് വെച്ചാൽ അത് 1 വാട്ടാണ്. ഒരു ജൂൾ പെർ സെക്കൻഡ് 1 വാട്ടാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക് അത്രയും കാര്യം? ശരി, അങ്ങനെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനും സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെ. ഞാൻ രണ്ടിടത്തെയും ടോപ്പിക്കുകൾ എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. സോ ഈ ചോദ്യം കണ്ടോ നിങ്ങൾ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതിങ്ങനെ ചോദിക്കൂന്ന്. ഞാൻ എന്താണ് പറഞ്ഞത്? എടാ, ഇതുവരെ ചോദിച്ചിട്ടുള്ളത് വസ്തുക്കൾക്ക് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിച്ച ഊർജ്ജമാണ് ഡാഷ് എന്നാണ് ഇതുവരെ ചോദിച്ചത്, അല്ലേ? വസ്തുക്കൾക്ക് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് സ്ഥിതികോർജ്ജമാണ് ഉത്തരം. പക്ഷെ ഇനി മുതൽ അങ്ങനെ ചോദിക്കില്ല. ചോദ്യം എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. വസ്തുക്കൾക്ക് അതിന്റെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉള്ള ഊർജ്ജമാണ് ഡാഷ് എന്നേ ചോദിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇനി മുതൽ വസ്തുക്കൾക്ക് അതിന്റെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉള്ള ഊർജ്ജമാണ് ഡാഷ് എന്നേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഉത്തരം ഏതാണ്? ഇതിന്റെ ഉത്തരം സ്ഥിതികോർജ്ജം, അല്ലേ? കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ആയ സമയത്ത് അതിൻ്റെ അകത്ത് സ്ഥിതികോർജ്ജത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്, എടാ ഡെഫിനിഷൻ മാറി, ഇനി ഡെഫിനിഷൻ ഇതായിരിക്കും സ്ഥിതികോർജ്ജത്തിന് ചോദിക്കാൻ പോകുന്നതെന്ന് എടുത്തെടുത്ത് പറഞ്ഞു. അതിന്റെ കാരണം നിങ്ങൾക്ക് അത് മനസ്സിലായി. ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, പണ്ടെന്താണ് വസ്തുക്കൾക്ക് സ്ഥാനം മൂലമുള്ള ഡാഷ്, വസ്തുക്കൾക്ക് സ്ഥാനം മൂലമുള്ള ഊർജ്ജമാണ് ഡാഷ് എന്ന് എന്ത് ചോദിച്ചിട്ട് സ്ഥിതികോർജ്ജം എന്ന് പറയും. ഇനി വേണമെങ്കിൽ വസ്തുക്കൾക്ക് അതിന്റെ കോൺഫിഗറേഷൻ കൊണ്ടുള്ള ഊർജ്ജമാണ് ഡാഷ് എന്ന് പറഞ്ഞാലും
അതിന്റെ ഉത്തരവും ഏതാണ്? സ്ഥിതികോർജം തന്നെയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കേസ് നമുക്കറിയാം, ഇവിടെ ഓർത്തു വയ്ക്കുന്ന ഈ കേസുകൾ യാന്ത്രികോർജം അല്ലെ, യാന്ത്രികോർജത്തെ നമ്മൾ 2 സെക്ഷനാക്കി എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. ഒന്ന് ഗതികോർജം എന്നും മറ്റേത് സ്ഥിതികോർജം എന്നും. ഇനി ചലനം കാരണം ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജ്ജമാണ് ഗതികോർജം അല്ലെ, ചലനം കാരണം ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഗതികോർജം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² അല്ലെ. ശരി, അപ്പോ ഇതിൽ ആരൊക്കെയാണ്? മാസും ബി എന്താണ്? പ്രവേഗം, വെലോസിറ്റി അല്ലെ. മാസും പ്രവേഗം വെലോസിറ്റിയുമാണുള്ളത്. സോ ഗതികോർജത്തെ ബാധിക്കുന്നത് ആരൊക്കെയാണ്? അത് മാസും പ്രവേഗവുമാണ് ഗതികോർജത്തെ എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. ഇനി സ്ഥിതികോർജത്തെ പറ്റി പറഞ്ഞാൽ, സ്ഥിതികോർജത്തിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്തു? 2ആയിട്ട് തിരിച്ചു അല്ലെ. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കാരണം കിട്ടുന്ന സ്ഥിതികോർജവും വസ്തുവിന് അതിന്റെ കോൺഫിഗറേഷൻ കാരണം കിട്ടുന്ന സ്ഥിതികോർജവും, മലയാളം കോൺഫിഗറേഷൻ കാരണം കിട്ടുന്ന സ്ഥിതികോർജവും അല്ലെ. എന്താണ് സ്ഥാനം കാരണം കിട്ടുന്നത്? ഒരു വസ്തുവിന്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെ. തറയിലിരിക്കുന്ന ഈ ഫോണിനെ ഞാനൊരു ഹൈറ്റിൽ എടുത്ത് വെച്ചാൽ അതിനെന്ത് കിട്ടും? സ്ഥിതികോർജം കിട്ടും അല്ലെ. അതിനൊരു ഊർജ്ജം കിട്ടും. അതായത് ഇവിടെ ഇരിക്കുന്ന ഫോണിനെ ഞാൻ മുകളിലോട്ട് പൊക്കി, അതിൻ്റെ ഒരു സ്ഥാനം കൊണ്ട് ഊർജ്ജം കിട്ടി. ഇനി എന്താണ് കോൺഫിഗറേഷൻ കൊണ്ടുള്ളത്? അതായത് അതിന്റെ ഷേപ്പ്. നമുക്ക് സിമ്പിളി പഠിക്കാൻ വേണ്ടി അങ്ങനെ ഓർത്തിരിക്കാടാ, ഷേപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം. ഇപ്പൊ വിന്യാസം കൊണ്ടാണെന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമ്പും വില്ലും. അല്ലെങ്കിൽ അമ്പും വില്ലിനേക്കാൾ നമ്മൾ സ്കൂളിലൊക്കെ എന്താണ് റബ്ബർ ബാൻഡ് കയ്യിലിട്ടിട്ട് മറ്റേ പേപ്പർ മടക്കി അടിക്കൂലേ, അതിൽ റബ്ബർ ബാൻഡ് കയ്യിലിട്ടിട്ട് പേപ്പർ മടക്കി വെച്ചിരിക്കുന്ന വലിച്ച് പിടിച്ചിട്ട് വിടുന്നോണ്ടല്ലേ പോകുന്നത്. സോ അങ്ങനെ വലിച്ചോണ്ടല്ലേ അതെന്ത് ചെയ്തത്? പോകാൻ അതിന് ഊർജ്ജം കിട്ടിയത്. അപ്പൊ അതിന്റെ ഷേപ്പിലുണ്ടായ മാറ്റം. അതേപോലെ തന്നെ അമ്പും വില്ലും അല്ലെ. അമ്പും വില്ലും ഞാൻ ഇങ്ങനെ വെറുതെ വെച്ചാൽ പോവില്ല, ഇങ്ങനെ വലിച്ചിട്ട് വിട്ടാലല്ലേ പോവുള്ളൂ. സോ ആ വിന്യാസം, കോൺഫിഗറേഷനിലെ വ്യത്യാസം, ഷേപ്പിലുണ്ടായ വ്യത്യാസം, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഇനി സ്ഥാനം കാരണമുള്ള സ്ഥിതികോർജം കണ്ടുപിടിക്കൽ ഇക്വേഷൻ നമുക്കറിയാം, അതേതാണ്? mgh ആണ്. എന്താണ്? mgh. അപ്പോൾ ഒരു ഹൈറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് എന്ത് കാണും? സ്ഥിതികോർജം കാണും. ഇതിൽ m എന്താണ്? m മാസ് ആണ്. g എന്താണ്? g ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ്. h എന്താണ്? ഉയരം, ഹൈറ്റ് ആണ്. പക്ക. ഓക്കെ, അപ്പൊ അത്രയും കാര്യം നമ്മൾ അതിൻ്റെ അകത്ത് ആലോചിക്കണം. അപ്പൊ യാന്ത്രികോർജത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ കേട്ടോ, ഒരു വസ്തുവിന് അതിന്റെ നോക്കിക്കോ, ഗതികോർജം എന്ന ചലനം കൊണ്ട് കിട്ടുന്ന ഊർജ്ജമാണ് ഗതികോർജം. സ്ഥാനം കൊണ്ടോ കോൺഫിഗറേഷൻ കൊണ്ടോ കിട്ടുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. ഈ ഗതികോർജത്തെയും സ്ഥിതികോർജത്തെയും ചേർത്ത് എന്തെന്ന് പറയാം? യാന്ത്രികോർജം എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ഇതിന് പറയാം ചലനം കാരണമോ കോൺഫിഗറേഷൻ കാരണമോ സ്ഥാനം കാരണമോ ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജ്ജമാണ് ഏത്? യാന്ത്രികോർജം. മനസ്സിലായോ? അതായത് ചലനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ സ്ഥാനം മൂലമോ ഒരു വസ്തുവിന് ഊർജ്ജം കിട്ടിയാൽ അതിനെ കൂട്ടി എന്തെന്ന് പറയാം? യാന്ത്രികോർജം എന്ന് പറയാം. ചലനം കാരണം കിട്ടുന്ന ഊർജ്ജം എടുത്ത് ചോദിക്കുമ്പോൾ ഗതികോർജം, കോൺഫിഗറേഷനും സ്ഥാനവും ചോദിക്കുമ്പോൾ സ്ഥിതികോർജം. ക്ലിയർ അല്ലേ? ഇതും അതേ ചാപ്റ്റർ ആണ്, 9ാം ക്ലാസ്സിലെ ഊർജ്ജവും പ്രവൃത്തിയും ഊർജ്ജവും എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അടുത്ത നോക്ക്, വസ്തുക്കൾക്ക് ഇതാണ് ആ ഡെഫിനിഷൻ. എന്താണ്? ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അപ്ഡേറ്റ് ആയ ഡെഫിനേഷൻ ആണ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. നമ്മൾ പറഞ്ഞാണേ. അടുത്തത്, താഴെ കൊടുക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഇത്. ശരിയായത് നോക്ക്, ഗതികോർജം സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. തെറ്റല്ലേ? സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? അത് സ്ഥിതികോർജമാണ്. ഗതികോർജം വസ്തുവിന്റെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നു അല്ലേ. അതായത് ഹാഫ് mv², അതിൽ തന്നെ ഉണ്ട് മാസും വെലോസിറ്റിയും ആശ്രയിക്കുന്നു. ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് ഗതികോർജമാണുള്ളതാണോ? ടാങ്ക് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഇരിക്കുന്ന ടാങ്ക്, അതിൻ്റെ അകത്ത് ഗതികോർജമാണോ? ടാങ്കിൻ്റെ അകത്തുള്ള വെള്ളം അല്ല, സ്ഥിതികോർജമാണ് അല്ലേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റ്. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം, നമുക്കറിയാം. സോ ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ള പോയിന്റുകൾ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഗതികോർജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഫില്ല് ചെയ്ത് പോയതാണ്. വസ്തുവിൻ്റെ മാസും അതുപോലെ തന്നെ പ്രവേഗവും. ഇത് രണ്ടുമാണ് ഗതികോർജത്തെ ബാധിക്കുന്നത്. ഇത് ഓർത്തു വെച്ചു. ഇതൊക്കെയായിരിക്കും ഇനി എന്ത് ചെയ്യുക ചിലപ്പോൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ശരി, അപ്പോൾ ഇത് നോക്കിക്കോ. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്, സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ ആണ്. ഇതിൽ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന, ഇപ്പൊ തേങ്ങ അല്ലെ, തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന തേങ്ങ, അതൊരു ഹൈറ്റിലല്ലേ നിൽക്കുന്നത്. അപ്പൊ അത് സ്ഥാനം കൊണ്ടുള്ള സ്ഥിതികോർജമാണ്. ഇനി അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിലെ ഊർജ്ജം, ഇതും സ്ഥിതികോർജമാണ്. അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിൽ എന്താണ്? സ്ഥിതികോർജമാണ്. കൈവിട്ടാൽ അതെന്ത് ചെയ്യും? തെറിക്കും. അപ്പൊ അതിൽ എന്തുണ്ട്? ഊർജ്ജമുണ്ട്. സോ ഇത് എന്താണ്? കോൺഫിഗറേഷൻ കൊണ്ടുള്ള സ്ഥിതികോർജമാണ് അല്ലെ. ആ ഊർജ്ജം കിട്ടാനുള്ള കാരണം അതിന്റെ ഷേപ്പിൽ, ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം പറ്റിയോണ്ടല്ലേ അതെന്ത് ചെയ്തത്?
തെറിച്ചു പോയത്. അപ്പൊ അത് ഷേപ്പ് മാറിയിട്ടുണ്ട്. അത് കോൺഫിഗറേഷൻ കൊണ്ടുള്ള സ്ഥിതികോർജ്ജമാണ്. സ്ഥിതികോർജ്ജം തന്നെയാണ്, എടുത്തു പറയുമ്പോൾ കോൺഫിഗറേഷൻ കൊണ്ടുള്ള സ്ഥിതികോർജ്ജമാണ്. നോക്ക്, ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന്റെ ഒരു ഹൈറ്റിലല്ലേ ടാങ്ക് ഇരിക്കുന്നത്. വീട്ടിലെ വാട്ടർ ടാങ്ക് ആരെങ്കിലും കുഴിയെടുത്ത് അടിയിൽ കൊണ്ട് വെക്കൂ? ഇല്ല, ഒരു ഹൈറ്റിൽ മുകളിലല്ലേ വെക്കുള്ളൂ. സോ ഇതും സ്ഥിതികോർജ്ജമാണ്, പക്ഷേ എന്താണ്, സ്ഥാനം കൊണ്ടുള്ള സ്ഥിതികോർജ്ജം. ഇനി പോൾ വാൾട്ട് ചാടുമ്പോൾ, കമ്പ് വളച്ച് ചാടുന്നത്, ഈ കമ്പ്, അയ്യോ എവിടെ പോയി കമ്പ്, ഒറ്റ മിനിറ്റ് ചേടാ, ആ കമ്പ് നോക്കിക്കോ, ഈ കമ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ആ കമ്പ് വളഞ്ഞിട്ട് ചാടിയല്ലേ. അപ്പൊ അങ്ങനെ വളഞ്ഞിട്ട് അതിന് പോകാൻ പറ്റിയത് കമ്പിന്റെ വിന്യാസത്തിൽ, ഇതിന്റെ ഷേപ്പിൽ ഒരു വ്യത്യാസം ഉണ്ടായോണ്ടല്ലേ. അപ്പം ഇതും സ്ഥിതികോർജ്ജമാണ്. ഇതെന്ത് സ്ഥിതികോർജ്ജമാണ്? ഇത് കോൺഫിഗറേഷൻ കൊണ്ടുള്ള സ്ഥിതികോർജ്ജം. വായിച്ചു നോക്കുക, പോൾ ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജ്ജം. ചോദിച്ചാൽ അത് ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. എടുത്ത് ചോദിച്ചാൽ അത് കോൺഫിഗറേഷൻ കൊണ്ടുള്ള സ്ഥിതികോർജ്ജമാണ്. ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജ്ജത്തിന്റെ SI യൂണിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം അല്ലേ, നമ്മൾ പഠിച്ചല്ലേ. ഊർജത്തിന്റെ മാത്രമാണോ? അല്ല, താപത്തിൻ്റെയും അതേപോലെ തന്നെ ഊർജത്തിന്റെ, താപത്തിന്റെ, അതേപോലെ പ്രവൃത്തിയുടെ, ഇതിന്റെ മൂന്നിന്റെയും യൂണിറ്റ് ഏതാണ്? അത് ജൂളാണ്. SI യൂണിറ്റ് ജൂളാണ്. നമ്മൾ ഊദാപ്ര എന്ന് പറഞ്ഞു പഠിച്ചു അല്ലേ. ഇനി അത് പോരാഞ്ഞിട്ട് ഇവരുടെ CGS യൂണിറ്റ് ചോദിച്ചാൽ അതേതാണ്? അത് എർഗാണ്. അപ്പോൾ ഇവർ എല്ലാവരുടെ ആരുടെയാണെങ്കിൽ CGS യൂണിറ്റ് വെച്ചാൽ അത് എർഗാണ്. ഒരു ജൂൾ എത്ര എർഗാണ്? 10⁷ എർഗാണ്. ഇതുപോലെ ആലോചിക്കുക. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് അത് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് അതെന്താണ്? ഡൈനാണ്. ഒരു ന്യൂട്ടൺ എത്ര ഡൈനാണ്? 10⁵ ഡൈനാണ്. പഠിച്ചത് ഓർമ്മയില്ലേ? ഇത് പഠിച്ചത് ന്യൂട്ടൺ ബലം ഡൈ നമ്മൾ കൈ മുറുക്കിയാണിരിക്കുന്നത്, 5 വിരൽ മുറുക്കിയിടിക്കുക. അപ്പൊ 10⁵ ആണ്. ഡൈ എന്ന് വെച്ചാൽ മരിച്ചു, ഇടിച്ചാൽ എന്ത് ചെയ്യും? മരിച്ചു പോകും. അപ്പം ബലം ഡൈനാണ് 10⁵. ഒരു ജൂൾ എത്ര എർഗാണ്? 10⁷ എർഗാണ്. കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഭാരത്തിന്റെ യൂണിറ്റ് ചോദിച്ചാലും ന്യൂട്ടൺ ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് ആയിരിക്കും ചിലപ്പോൾ അടുത്ത് ചോദിക്കുക, അത് ഏതാണ്? ന്യൂട്ടൺ ആണ്. മാസിന്റെ യൂണിറ്റ് ആണ് ഏത്? കിലോഗ്രാം അല്ലേ. മാസ് എല്ലായിടത്തും സ്ഥിരമാണ്, ഭാരം എല്ലായിടത്തും എന്തല്ല? സ്ഥിരമല്ല. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോവാം. ഊർജ്ജത, ഇത് ചോദിച്ചതും കണ്ടോ, ആ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പോയിന്റ് ഉണ്ട്. ഇത് ഈ സെയിം സാധനം ഉണ്ട്, സെയിം ആ പോയിന്റ് അതേപോലെ ഉണ്ട്. അതാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇനി അടുത്തതിലോട്ട് പോവാം. പ്രകാശ സംശ്ലേഷണം സംഭവിക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏത്? ടെക്സ്റ്റ് ബുക്കിൽ ഊർജ്ജ പരിവർത്തനം എന്നൊരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയുണ്ട് അല്ലേ. ഇന്ന ഊർജ്ജം ഇന്നതായി, മിക്കപ്പോഴും നമുക്ക് എന്തെങ്കിലും സാധനം അല്ലെ, ഏത് ഊർജ്ജം ഏതായിട്ട് എന്ത് ചെയ്തു മാറി എന്നായിരിക്കും ചോദിക്കുക. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? എൻ്റെ ചോദ്യം അതാണ്. നിങ്ങൾക്ക് ഉത്തരം കമന്റ് ആയിട്ട് അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ് എന്നൊരു ചോദ്യം ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു. സിമ്പിൾ ചോദ്യമാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കമന്റ് ചെയ്യണേ. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. അപ്പോൾ ഒരു ഊർജ്ജം മറ്റൊന്നായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം? ഊർജ്ജം നിർമ്മിക്കപ്പെടുന്നോ നശിക്കപ്പെടുന്നോ ഇല്ല അല്ലേ. എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഓൺലി ഇറ്റ് ക്യാൻ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തോട്ട് മാറ്റാനേ സാധിക്കും. അപ്പോൾ ഊർജ്ജം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉപകരണം തന്നിട്ട് ഇതിൽ എന്ത് ഊർജ്ജം എന്തായിട്ട് മാറി എന്നായിരിക്കും ചോദിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് ഇസ്തിരിപ്പെട്ടി എടുക്കാം. ഇസ്തിരിപ്പെട്ടി എന്ന് പറയുമ്പോൾ വൈദ്യുതോർജ്ജം, താപം, ഇസ്തിരി വലിയ ചൂടല്ലേ വരുന്നത്, താപോർജ്ജമായി മാറി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം വേറെ ഏത് പറയാം, ഫാൻ. വൈദ്യുതി ഇട്ടപ്പോൾ ഫാന് കറങ്ങി, വൈദ്യുതോർജ്ജം. യന്ത്രമല്ലേ കറങ്ങിയത്, യാന്ത്രികോർജ്ജമായിട്ട് മാറി. ഇനി രാസവസ്തുക്കളാണെങ്കിൽ രാസോർജ്ജമായിരിക്കും പറയുക. ക്ലിയർ. ഇനി അതേപോലെ ഇപ്പം അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടൂടാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മൈക്രോഫോൺ ആലോചിക്കാം. മൈക്രോഫോൺ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറി. മൈക്രോഫോൺ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറി. ഇനി അതിനുശേഷം ലൗഡ് സ്പീക്കർ ആണെങ്കിൽ നേരെ തിരിച്ച് ഈ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് എന്ത് ചെയ്തു മാറി. സിമ്പിൾ, നമുക്ക് ലോജിക്കലി ചിന്തിച്ചെഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? പ്രകാശ സംശ്ലേഷണം. അപ്പോൾ പ്രകാശോർജ്ജം രാസമായിട്ടല്ലേ മാറുന്നത്, രാസോർജ്ജമായി മാറും. പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. ദാ കിടക്കുന്നു നമ്മുടെ ഉത്തരം. ഇനി അടുത്ത് ഇതിൻ്റെ അകത്ത് 2 ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടോ നോക്കി വെച്ചോ. വൈദ്യുത മോട്ടർ എന്താണ്? മോട്ടർ നമ്മുടെ വീട്ടിലെ മോട്ടർ ആലോചിച്ച് നോക്കുക. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു അല്ലേ. വൈദ്യുതി പോകുമ്പോൾ മോട്ടർ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പെട്രോൾ കാറുകൾ പെട്രോൾ അടിക്കും, രാസോർജ്ജത്തെ ഗതികോർജ്ജം, പെട്രോൾ കാർ ഓടയല്ലേ ചെയ്യുന്നത്, ഗതികോർജ്ജമാക്കി മാറ്റുന്നു. ഇത് രണ്ടും കൂടെ നോക്കി വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അപ്പോൾ ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞ സെക്ഷൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. സോ ഇത്രയും ചോദ്യങ്ങളും വന്നിരിക്കുന്ന ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിൽ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നാണ്. ആ ചാപ്റ്ററിന്റെ പേരാണ് ഊർജ്ജവും അതിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറഞ്ഞ ടോപ്പിക്ക്. 9ാം ക്ലാസ്സിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. 6ാമത്തെ ചാപ്റ്ററാണ്, മസ്റ്റ് ആയിട്ട് വായിച്ചിട്ട് പോവുക. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെയാണ്. നമ്മൾ ആൾറെഡി പഠിച്ചതാണ് ക്ലാസ്സിലല്ല, എങ്കിലും ഒന്നും കൂടെ എടുത്തു വെച്ച് വായിച്ചിട്ടൊന്ന് പോണേ. ശരി, ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. ഉത്തരം ഏതാണ്? ഉത്പതനം, സബ്ലിമേഷൻ അല്ലെ. ഉത്പതനമാണ് അതിൻ്റെ ഉത്തരം. നമുക്കറിയാവുന്ന കാര്യമാണ്.
ഇപ്പം ഖരം ദ്രാവകമാകും, ദ്രാവകം വാതകമാകും, തിരിച്ച് വാതകം ദ്രാവകമാകും, ദ്രാവകം ഖരമാകും. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഖരം എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. ഇത് എപ്പോഴും പറയുന്നതാണ്. ഇതാണ് ഉത്പാദനം എന്ന് പറയുന്നത്. നമ്മൾ പാറ്റ ഗുളിക, അതേപോലെ കർപ്പൂരം ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. സാറേ ഇത് SCRT ഉണ്ട്, നമ്മൾ പഠിച്ചാണല്ലേ. നമ്മൾ ഏതിൻ്റെ അകത്ത്? താപത്തിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തതാണ്? പഠിച്ചതാണ്. സോ സിംപിളി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ നമ്മൾ എന്താണ് ദ്രവ്യത്തിൻ്റെ കേസിലൊക്കെ നമ്മൾ ഈ സെയിം സാധനം പഠിച്ചതാണ്. ഇത് SCRT ഉണ്ടോ? ഉണ്ടാ, ഈ സെയിം സാധനം ഉണ്ട്. ഇത് മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, 4ാമത്തെ ചാപ്റ്റർ ആണ്. അതിൻ്റെ അകത്ത് ഇത് കിടപ്പുണ്ട്. 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ബേസിക് സയൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുക. നോക്കിക്കോ, കർപ്പൂരം, നാഫ്തലീൻ, പാറ്റാ ഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ, നാഫ്തലീൻ ആണയുടെ പാറ്റാ ഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇതാണ് ഉത്പാദനം. ക്ലിയർ? ശരി. ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഞാൻ പറയുന്ന 1-2 കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക? പടപടാന്ന് ഓർത്തിരിക്കുക. നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് താപപ്രേക്ഷണം, താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് പോകുന്നതിനാണ് നമ്മൾ താപപ്രേക്ഷണം എന്ന് എന്ത് ചെയ്യുന്ന പറയുന്നത്. എപ്പോഴും താപം ഓർത്തു വെച്ച്, എപ്പോഴും താപനില ടെമ്പറേച്ചർ, താപനില കൂടിയ സ്ഥലത്ത് നിന്ന് താപനില കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും എന്ത് ചെയ്യുക? പോവുക, അല്ലെ? കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ടായിരിക്കും എന്ത് ചെയ്യുക? താപം എപ്പോഴും പോവുക. ഇനി എന്താണ്? ഇത് 3 അല്ലെ? താപപ്രേഷണം പ്രധാനമായിട്ട് നമുക്ക് 3 പറയാം. ഒന്ന് ചാലനം, സംവഹനം, വികിരണം, അല്ലെ? ഇതിൽ ചാലനം എന്താണ്? ഖരവസ്തുക്കളിൽ നടക്കുന്നതാണ് ചാലനം. അതേപോലെ തന്നെ ചാലനത്തിന്റെ അകത്ത് തന്മാത്രകൾ ചലിക്കുന്നില്ല. എന്നാൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നതാണ് സംവഹനം. അതിൻ്റെ അകത്ത് തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഇനി അതിനുശേഷം ലാസ്റ്റ് വികിരണം. അതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം ഇത്രയുള്ള വികിരണ മാധ്യമം വേണ്ട, സഞ്ചരിക്കുക, അല്ലെങ്കിൽ താപം മാധ്യമം ഇല്ലാതെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് പോകുന്ന പരിപാടിയാണ് വികിരണം. ഇതിൽ നമ്മൾ സംവഹനത്തിന്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കടൽക്കാറ്റ്, കരക്കാറ്റ്. ഇത് രണ്ടും സംവഹനത്തിന്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇനി വികിരണത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് വികിരണമാണ്. അതേപോലെ തന്നെ ഈ ബൾബിന്റെ താഴെ നിൽക്കുമ്പോൾ ചൂടടിക്കുന്നതും വികിരണമാണ്. ഇതൊന്ന് ഓർത്തു വെച്ചോ. എപ്പോഴും സംവഹനം, കടൽക്കാറ്റും കരക്കാറ്റും ചോദിക്കുന്നതാണ് സംവഹനം. പോയി തിരിച്ചെടുക്കാം. ഓക്കെ, സംവഹനം ഓർത്തു വെച്ചോ. കടൽക്കാറ്റും അതേപോലെ കരക്കാറ്റിനും കാരണമാകുന്നത് എന്താണ്? സംവഹനമാണ്. അത്രയും കാര്യം. ഓക്കെ, ശരി. അടുത്തതിലോട്ട് പോവാം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവർത്തിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്? നല്ല ചോദ്യമാണ്. ഇത് നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്. നല്ല ചോദ്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഒന്നേ ഇതിൽ കാണുള്ളൂ, അതായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുക. നോക്ക്, ഓപ്ഷൻ നോക്കി നോക്ക്. 5 ഹെർട്സ് അല്ല, 20നും 20 ഇടയിൽ 2000 അതിൻ്റെ ഇടയിലുള്ളതല്ലേ? അപ്പോൾ ഇത് തന്നെയാണ്. ബാക്കി നോക്കി നോക്ക്, 2000 കിലോ ഹെർട്സ് കേൾക്കാൻ പറ്റൂല. അടുത്തത് 200 കിലോ ഹെർട്സ് പറ്റൂല, അല്ലേ? സോ നിങ്ങൾ ആലോചിച്ച് നോക്കടാ. വേണമെങ്കിൽ 20 ഹെർട്സും 20,000 ഹെർട്സിനും ഇടയിലെന്ന് പറയാം, അല്ലെങ്കിൽ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലെന്ന് പറയാം. കാരണം 1 കിലോ 1000 അല്ലേ? അതുകൊണ്ട് അങ്ങനെയും ചിലപ്പോൾ ഓപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. അത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, 20 ഹെർട്സും 20 കിലോ ഹെർട്സ് അങ്ങനെയും ചോദിക്കാം. സോ ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ഉണ്ടടാ. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. 10ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്റർ ആണ് ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നത്. സോ ആ ചാപ്റ്ററിൽ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഉണ്ട്, ഇതാ കിടപ്പുണ്ട്. നോക്കിയോ മതി. സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സും കൂടിയ പരിധി ഏകദേശം 20,000 ഹെർട്സ്. ആ 20,000ത്തിന്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കിക്കോ, 20,000ത്തിന്റെ ബ്രാക്കറ്റിൽ 20 കിലോ ഹെർട്സ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ ആണ്. ശരി. അപ്പോൾ ഇതിൽ നമുക്ക് ഓർത്തു വയ്ക്കാം. ഇനി നിങ്ങളത് സൗണ്ടിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഉച്ചതയുടെ യൂണിറ്റ് വെച്ചാൽ ഡെസിബൽ ആണ്. യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. അത് ശബ്ദവുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. പിന്നെ 20 ഹെർട്സിന് താഴോട്ടുള്ളതിന് ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിന് മുകളിലോട്ടുള്ളതിനെ നമ്മൾ അൾട്രാസോണിക് എന്നും എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. ഓർത്തെടുക്കാൻ പറ്റുമല്ലോ, സിമ്പിളായിട്ട് കിട്ടുന്നതിൽ. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. എന്നാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല? മാധ്യമം ആവശ്യമില്ല. ശബ്ദത്തിന്റെ വേഗത വലുത് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ ശബ്ദം ഏറ്റവും വേഗത്തിൽ ഖരം, രണ്ടാമത് ദ്രാവകം, മൂന്നാമതാണ് ഏത്? വാതകം. ഖരം, ദ്രാവകം, വാതകം എന്ന ഓർഡർ എന്ത് ചെയ്യുക? എഴുതുക. ഏറ്റവും വേഗത്തിൽ ഖരം, രണ്ടാമത് ദ്രാവകം, മൂന്നാമത് വാതകം. അതാണ് ശബ്ദത്തിന്റെ വേഗതയുടെ പരിപാടി. ക്ലിയർ ആണേ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രത, അതാണ് ചോദ്യം അല്ലേ? ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില ഏത്? ഏത് താപനിലയിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത കിട്ടുന്നത്? നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിൽ. ഇവിടെ ഓർക്കേണ്ട കേസ് എന്താണ്? എന്താണ് സാന്ദ്രത? സാന്ദ്രത എന്താണ്? ഒരു നിശ്ചിത
വ്യാപ്തത്തിലുള്ള മാസ് അല്ലേ, അതിനെല്ലാം നമ്മൾ പറയുന്നത് ഒരു നിശ്ചിത മാസ് ഇത്ര വ്യാപ്തത്തിൽ ഇരിക്കുന്നു, അതാണ് സാന്ദ്രത. ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ സാന്ദ്രത എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ബൈ വോളിയം അല്ലേ. സാന്ദ്രത എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ബൈ വോളിയം. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, മാസ് മാറുന്നില്ല, മാസ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ വോളിയത്തിന്റെ മലയാളം എന്താണ്ടാ? വ്യാപ്തം അല്ലേ. വ്യാപ്തം കൂടിയാൽ എന്ത് കുറയും? സാന്ദ്രത കുറയും. വ്യാപ്തം കുറഞ്ഞാൽ എന്ത് കൂടും? സാന്ദ്രത കൂടും അല്ലേ. അവരൊരു വിപരീത അനുപാതത്തിലാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ജലത്തിന് ഏറ്റവും കുറവ് വ്യാപ്തം കിട്ടുന്നതും എവിടെയാണ്? 4 ഡിഗ്രിയിലാണ്. നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത കിട്ടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഏറ്റവും കുറവ് വ്യാപ്തം അനുഭവപ്പെടുന്നത് ചോദിച്ചാലും 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ അല്ലേ? ഇതിൽ എന്തുകൊണ്ട് സാറേ സാന്ദ്രത ചോദിച്ചു? ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇതുണ്ടോ എന്നൊരു ചോദ്യമില്ലേ? ഉണ്ട്. ഈ ഒരു പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ചോദിച്ച ഓരോ പോയിന്റ് ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതെല്ലാം എന്ത് ചെയ്യും? കാണിച്ചു തരും. ഈ ചോദിച്ചതിലെല്ലാം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ നോക്കിക്കോ. അടുത്ത് ഇതുണ്ട്. ഇതെവിടെയാണ്? ഇത് ജലം എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ 14ാമത്തെ ചാപ്റ്റർ. ജലം എന്ന് പറഞ്ഞുകൊണ്ട് ബേസിക് സയൻസിൽ 8ാം ക്ലാസ്സിലെ 14ാം ചാപ്റ്റർ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ അതാണ്ടോ സാന്ദ്രത ഏറ്റവും അധികമാകുന്നത് 4 ഡിഗ്രിയിലാണ്. നമുക്ക് താപനില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ജലത്തിന്റെ സാന്ദ്രതയിൽ വ്യത്യാസം വരുന്നു. സാന്ദ്രത ഏറ്റവും അധികമാകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ക്ലിയർ? നോക്ക്, ഇതിൽ നിന്ന് തണുപ്പിച്ചാലും ചൂടാക്കിയാലും വ്യാപ്തം വർദ്ധിക്കും. കാരണം നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തു? മനസ്സിലായില്ലേ? അതായത് ഏറ്റവും കുറവ് വ്യാപ്തം അനുഭവപ്പെടുന്നതും 4 ഡിഗ്രി സെൽഷ്യസിലാണ്, ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നതും 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ക്ലിയർ? അപ്പൊ എന്താ ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോടാ. ഈ 4 ഡിഗ്രിയിൽ നിന്ന് തണുപ്പിച്ചാലും ചൂടാക്കിയാലും എൻ്റെ വ്യാപ്തം എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇത് ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന 4 നിന്നാണ്. 4 നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാലും അതിന്റെ വോളിയം കൂടും. 4 അതിന്റെ ടെമ്പറേച്ചർ കുറച്ചാലും അതിന് എന്ത് കൂടും? വോളിയം കൂടും, വ്യാപ്തം കൂടും. ക്ലിയർ ആണേ നിങ്ങൾക്ക്? ഈ പോയിന്റ്, ഈ ടേബിൾ ഒന്ന് ഈ ബോക്സ് എന്ത് ചെയ്യും? ഒന്ന് വായിച്ചു വെച്ചേക്കുക. ശരി, അടുത്ത് നോക്കാം. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? എന്താണ് സ്നേഹകം? ഫ്രിക്ഷൻ, ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് സ്നേഹകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇനി സ്നേഹകങ്ങൾ ഉപയോഗിച്ച് മാത്രമേ പദാർത്ഥങ്ങളുടെ എന്താണ് സ്നേഹകങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഘർഷണം കുറയ്ക്കാൻ പറ്റുള്ളൂ? അല്ല, അതിന് മറ്റൊരു രീതി കൊണ്ട് ധാരാരഹിതമാക്കൽ അല്ലെ, ഷേപ്പിൽ വ്യത്യാസം വരുത്തി ഘർഷണം കുറയ്ക്കുന്നതിനെയാണ് ധാരാരഹിതമാക്കൽ എന്ന് വിളിക്കുന്നത് അല്ലേ. സോ അതിന്റെ എക്സാമ്പിളാണ് ഈ തോണിയുടെയും വിമാനത്തിന്റെയൊക്കെ ഷേപ്പിൽ ഫ്രണ്ട് വശമൊക്കെ ഇങ്ങനെ ചെയ്ത് കൂർപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? അതായത് ഘർഷണം കുറയ്ക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹങ്ങൾ. ഖരാവസ്ഥയിലുള്ള സ്നേഹം ഞാൻ പറഞ്ഞില്ലേ ചോദിക്കും, അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അതാണ് എന്ന് പറഞ്ഞില്ലേ, അതേതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഇതാ നോക്ക് സാറേ, ഇത് SCRT-യിലുള്ളതാണ്. ഉണ്ടാ ഈ സെയിം സാധനം ഉണ്ട്. നോക്ക്, ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹമാണ് ഗ്രാഫൈറ്റ്. ചിലതൊക്കെ അതേപോലെ ചോദിച്ചിട്ടില്ലേ. ഇത് ഏത് ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചലനവും ബലവും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ചലനവും ബലവും ഏത് ക്ലാസ്? 8ാം ക്ലാസ്. 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണെന്ന് എൻ്റെ വിശ്വാസം. 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ചലനവും ബലവും. 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ചലനവും ബലവും. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തിലോട്ട്. അപ്പം ഇതിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ധാരാരഹിതമാക്കലും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണേ. ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാക്കി ഘർഷണം കുറയ്ക്കുന്നതാണ് ധാരാരഹിതമാക്കൽ. അടുത്തത് നോക്കിക്കോ. ഒരു വസ്തുവിന് അതിന് നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണത എന്താണത്? അത് നമ്മുടെ സ്വന്തം ജഡത്വം. ഇതെവിടെയാണ് പറയുന്നത്? നമ്മൾ എവിടെയാണ് പഠിച്ചത്? അവിടെ തന്നെയാണ് ഇത് പറയുന്നത്. ചലന നിയമങ്ങളിലല്ലേ നമ്മൾ പഠിച്ചത്? ചലന നിയമങ്ങൾ അതിൻ്റെ അകത്തല്ലേ പഠിച്ചത്? ചലന നിയമം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. 1, 2, 3. ഇതിൽ 1ാം ചലന നിയമത്തിൽ എന്തിനെ പറ്റി പറയുന്നു? ജഡത്വത്തെ പറ്റി പറയുന്നു. ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏത്? 1ാം ചലന നിയമം അല്ലേ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ യാത്രക്കാർ മുന്നിലോട്ട് പോകുന്നു, അതേത് ജഡത്വം എന്ന് ചോദിക്കും. അതേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലോട്ട് പോകുന്നു, അതേത് ജഡത്വം അല്ലേ. നിർത്തിയിട്ടിരിക്കുന്ന ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് പോകുന്നു, അതേത് ജഡത്വം? സാറേ ഉത്തരവും കൂടെ പറഞ്ഞു പോകും സാറേ അല്ലേ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാർ മുന്നിലോട്ട് പോകുന്നു, ചലന ജഡത്വം. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നിലോട്ട് പോകുന്നു, നിശ്ചല ജഡത്വം. ഇനി ചെളി തെറിക്കുന്നതാണ് ചോദിക്കുന്നതെങ്കിലും ചെളി തെറിക്കുന്നത് നമ്മൾ പഠിച്ചു ദിശാജഡത്വം അല്ലേ. ഇത് ദിശാജഡത്വം. സോ നമ്മൾ ജഡത്വത്തെ പറ്റി ചലന നിയമത്തിന്റെ അകത്താണ് പഠിക്കുന്നത്. 1ാം ചലന നിയമം എന്താണ്? ജഡത്വ നിയമം എന്ന് കൂടി അറിയപ്പെടുന്നു. പക്ഷേ ശ്രദ്ധിച്ചേക്കുക, ജഡത്വ നിയമവും അല്ലെങ്കിൽ ജഡത്വ നിയമവും ആവിഷ്കരിച്ചത് ആരാണെന്ന് വെച്ചാൽ അതാരാണ്? അത് ഗലീലിയോയാണ് അല്ലേ. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോയാണ്. പക്ഷേ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ചോദിക്കുമ്പോഴാണ് അത് 1ാം ചലന നിയമമായിട്ട് മാറുന്നത്. അല്ല, നമ്മൾ എക്സാക്ട്ലി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കി പഠിച്ചതല്ലേ. ശരി, അടുത്ത് ഇനി നമ്മുടെ ഇതിന്
ബലത്തിനൊരു സമവാക്യം നൽകിയത്, ബലത്തിനൊരു ഇക്വേഷൻ സമവാക്യം നൽകിയത് രണ്ടാം ചലന നിയമമാണ്. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ട്. മൂന്നാം ചലന നിയമം. തോണി തുഴയുന്നത്, നീന്തുന്നത്, റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത്, ഇതെല്ലാം മൂന്നാം ചലന നിയമമാണ്. സാർ ഇത് SCERT ഉണ്ടോ? ഉണ്ടാ, ഇതും SCERT ഉണ്ട്. SCERTക്കകത്ത് ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ്. വായിച്ചിട്ട് പോവുക. അതിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സെയിം സെന്റൻസ് അതേപോലെ എന്ത് ചെയ്യുന്നു ചോദിച്ചിരിക്കുന്നു. അടുത്തതിലോട്ട് പോവാം. നോക്കിക്കോ, താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തിലാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നത്? ഏതാണ്? ഭൂകമ്പത്തിന്റെ തീവ്രത. ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അല്ലെ, ലാസ്റ്റ് ഈ സെന്റൻസ് കിടപ്പുണ്ട്. അത് നമുക്ക് അറിയാവുന്ന ചോദ്യമല്ലേ, റിക്ടർ സ്കെയിൽ നമുക്ക് അറിയാവുന്നതല്ലേ. സോ ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലാണ്. ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ടുള്ളൊരു ചോദ്യമാണിത്. അത് ശബ്ദതരംഗങ്ങൾക്കകത്തുണ്ട്. ഇനി ഊഷ്മാവിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ജലത്തിന്റെ തിളനില കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? ഇവിടെ ജലത്തിന്റെ തിളനില നമുക്കറിയാം എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനെ കെൽവിനിലോട്ട് മാറ്റണം. നമ്മൾ പഠിച്ചതല്ലേ, കെൽവിനെ നോക്കി ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ട് കെൽവിനിലോട്ട് ആക്കാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിനോട് 273.15 കൂട്ടണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, PSC ആയതുകൊണ്ട് PSC 1.5 വീഴും. അതുകൊണ്ട് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 കൂട്ടിയാൽ മതിയാകും PSCയിൽ എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ. സോ അതിന്റെ ആവശ്യം ഇവിടെയും വന്നോളൂ. സോ 100ന്റെ കൂടെ 273 കൂട്ടിയാൽ എത്രയാണ്? 373 കെൽവിൻ ആണ്. സോ ഇതെന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി മൈനസ് നെഗറ്റീവ് കാണിക്കാത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസ് ഓർത്ത് വയ്ക്കണം. ഇനി നമുക്കറിയാം താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. അല്ലാതെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. ഇത് മൂന്നും താപനിലയുടെ യൂണിറ്റ് ആണ്. താപത്തിന്റെ യൂണിറ്റ് ഏതാണ്? താപത്തിന്റെ യൂണിറ്റ് അത് ജൂളാണ്, അല്ലെ? താപത്തിന്റെ യൂണിറ്റ് ജൂള്. താപനിലയുടെ യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആയി. ഇത്രയും ചോദ്യം എന്ന വിശ്വാസം. സാറേ ഇത് SCERT ഉണ്ടോ? ഇത് SCERTക്കകത്തുണ്ടാ. പക്ഷെ ഇത് നമ്മൾ നോർമലി ഈ താപവും ഊഷ്മാവും പഠിക്കാൻ നമ്മളെന്താണ് റെഫർ ചെയ്യുന്നത്? താപം നിത്യജീവിതത്തിൽ എന്നുള്ള ചാപ്റ്റർ ആയിരിക്കും പല ആൾക്കാരും റെഫർ ചെയ്യുക. അതിനോടൊപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യുന്നതാണ്? പഠിച്ചതാണ് ക്ലാസ്സിൽ, അല്ലേ? എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റും കെൽവിനും ഒക്കെ ഞാൻ പറഞ്ഞല്ലേ. സോ അവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടിക്കാണും. ഇനി ഇത് SCERT ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, ഈ സെയിം സാധനം ഉണ്ട്. പക്ഷേ ഇതാ കണ്ടോ, ജലത്തിന്റെ തിളനില 373 കെൽവിൻ ആണ്. ഏതിലെ? കെൽവിൻ സ്കെയിലില്. ഡിഗ്രി സെൽഷ്യസിൽ 100 ആണ്. 273 കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ ഇത് കിടക്കുന്നത് ഫിസിക്സിന്റെ അകത്തല്ല. കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അറിയില്ലേ, വാതക നിയമങ്ങളും മോൾ സങ്കല്പവും, അതിന്റെ അകത്ത് കിടപ്പുണ്ട്. സോ ഈ സെന്റൻസ് SCERTക്കകത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ സാറേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഞാൻ എടുത്ത് കാണിക്കുകയാണ്. അല്ല, നമ്മൾ താപവും അതേപോലെ ഊഷ്മാവും എന്ന ടോപ്പിക്കിൽ ഇത് പഠിക്കുന്നതുമാണ്. ക്ലിയർ? അപ്പൊ ഇന്ന് പറഞ്ഞത് ഈ 12ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്ത ക്ലാസ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 1-2 സ്ഥലങ്ങളിൽ നിന്നുള്ള ടെക്സ്റ്റ് ബുക്ക് അത് കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. സോ ഈ ചാപ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് വായിക്കുക. ഈ ചാപ്റ്റേഴ്സും തന്നെ ഇനിയും ചോദിക്കണം അങ്ങനെയൊന്നുമില്ല. കണക്റ്റായിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ നോർമലി വലിയ ഈ 2 ഫേസും, ഒരു ഫേസ് നമുക്ക് നടന്നില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നടന്ന ഫസ്റ്റ് ഫേസ് എഴുതിയവർക്കെല്ലാം ഫിസിക്സിൽ എല്ലാ ക്വസ്റ്റ്യനും കിട്ടിക്കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ സെക്കൻഡ് ഫേസ് ഇൻ കേസ് നടന്നിരുന്നെങ്കിലും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴും നിങ്ങൾക്ക് ഫിസിക്സ് ഒരു പ്രശ്നമായി തോന്നി കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ചോദ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് അത് ചോദിച്ച സ്ഥലവും ബാക്കി കാര്യങ്ങളും. സോ ഇനി ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്നവർ ഈ ഒരു ക്ലാസ് കണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് സെറ്റാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.